മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇരു നേതാക്കൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുടെ വസതിയിലെത്തിയത്. ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആശയവിനിമയത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ചെന്നിത്തലയുമായുള്ള അസ്വാരസ്യങ്ങൾ നീണ്ടുപോകുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരിട്ട് ചെന്നിത്തലയെ കണ്ട കാര്യങ്ങൾ സംസാരിച്ചത്. ചെന്നിത്തലയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുവർക്കുമിടയിലുള്ള പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു. ഏറ്റവും ഒടുവിൽ ചേർന്ന UDF നേതൃയോഗത്തിൽ ചെന്നിത്തലയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് വാർത്തയായിരുന്നു. കണ്ടോൺമെന്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് വി.ഡി. സതീശനായിരുന്നു. യോഗത്തിന് ശേഷം MP-മാർക്കും UDF നേതാക്കൾക്കും ഒരുക്കിയ വിരുന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അനുനയ നീക്കം സതീശന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത്. ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തെറ്റുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതിൽ പ്രശ്നമില്ലെന്നുമാണ് കൂടിക്കാഴ്ച സംബന്ധിച്ച ചോദ്യത്തോട് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന് വിഷമമുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എൻ്റെ വിരുന്ന് ബഹിഷ്കരിച്ചെന്നാണ് വാർത്തയിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നത്. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട മുൻ പ്രതിപക്ഷ നേതാവ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന വാർത്ത തള്ളിയില്ല. ചെറിയ വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പിണക്കം തുടർന്നാൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകുമെന്ന ബോധ്യത്തിൽ നിന്നാണ് സതീശന്റെ നയമാറ്റം. കെ സുധാകരന് വേണ്ടി ശക്തമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ചെന്നിത്തലയെ ഒരു വിഭാഗം നേതാക്കൾ എതിർക്കാൻ കാരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.